ഹലോ. അപ്പോൾ ഇന്ന് ഈറോഡത്തെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈറോഡ് ട്രിപ്പിൻ്റെ. അപ്പോൾ എന്നെ ലിനീഷേട്ട രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ചേർന്ന് ഈ കാണാത്തൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ സൂര്യോദയം കാണിച്ചു തന്ന്. അപ്പം ഞാൻ സൂര്യോദയമൊക്കെ കണ്ട് പിന്നെ ഇതാ ചുറ്റും നല്ല രസമാണ് ഇവിടെ. രാവിലെ ആയാലും പുറത്തിറങ്ങി നടക്കാൻ, രാവിലെയും വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാൻ നല്ല സുഖമാണ്, നല്ല കാലാവസ്ഥയാണ് ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ചുറ്റുമൊക്കെ ഇങ്ങനെ കണ്ണോടിച്ച് പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നായ്ക്കളെ നോക്കണം. നായ്ക്കളെ മാത്രം ചിലപ്പോൾ വയ്യാലൊക്കെ ഒന്ന് ഓടൂ, അത് മാത്രം എനിക്ക് പേടി. അവിടെ ഉള്ളവർക്ക് പിന്നെ അവിടെയുള്ള നായ്ക്കളെ കണ്ട് കുറച്ച് ശീലം ഉണ്ടാകും, അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. നായ്ക്കൾ പരിചയമില്ലാത്തല്ല, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ എന്ന് ചിലപ്പോൾ നായ്ക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടൊരു പേടിയാണ് പുറത്തിറങ്ങി നടക്കാൻ ഒറ്റയ്ക്ക്. പിന്നെ ഇതാണ് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പം. അപ്പം അങ്ങനെ അതിൽ ടെറസിൻ്റെ മുകളിൽ കൂടെ നടക്കാനും നല്ല സുഖമാണ് രാവിലെ തന്നെ. അപ്പോൾ മക്കളൊക്കെ എണീച്ചിട്ടുണ്ട് നേരത്തെ. തലേ ദിവസം നേരെ വൈകി കിടന്നാലും എല്ലാവരും നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ സ്ഥലം മാറി കിടന്നാൽ പിന്നെ നമുക്ക് ഉറക്കം കിട്ടില്ല, പിന്നെ അവർക്ക് കളിക്കേണ്ട ഒരു ഇതുമാണല്ലോ. അപ്പോൾ നേരത്തെ തന്നെ എണീച്ച്. അപ്പോൾ അമ്മയും പെങ്ങളും താഴെ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ഓരൊക്കെ എണീച്ച് ചായൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ചായ ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ ടെറസ് സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ ചായ ആയിട്ടുണ്ട്, ഇനി പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കണം. ഇനി ഇതാണ് ഇവിടുത്തെ തിരുമ്പൻ കല്ല്. അപ്പോൾ തിരുമ്പണ കല്ല് മുകളിലാണ്. പക്ഷേ ഇവിടുന്ന് തിരുമ്പലൊന്നും ഇല്ല, കാരണം നല്ല ഉച്ചയാകുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് തിരുമ്പിയിട്ടുണ്ടെങ്കിലേ വിവരം അറിയും. അപ്പോൾ താഴെ തന്നെ വേറൊരു കല്ലുണ്ട് അവർക്ക്, ഷീറ്റൊക്കെ ഇട്ടിട്ട്. ഇതെല്ലാം വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കല്ലുണ്ടാകും. ഷീറ്റൊക്കെ ഇട്ടാൽ പിന്നെ അവിടെ നിന്നൊക്കെ തിരുമ്പാം. പിന്നെ അവർക്ക് താഴെ വേറെ കല്ലുണ്ട്, അതുകൊണ്ട് അവിടെ നിന്നാണ് വാഷ് ചെയ്യുക. എന്നിട്ട് മുകളിൽ വന്നിട്ട് തുണി ആറിയിടും. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനി ഫ്രഷ് ആവട്ടെ, ഇന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഈറോഡ് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാനില്ലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കോയമ്പത്തൂരേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് ടാക്സിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റോഡിലേക്ക് കുറച്ച് പോകാനുണ്ട്. അവിടുന്ന് ബസ് കയറിയിട്ട് കോയമ്പത്തൂരല്ല, വേറെ ഈറോഡ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് ഈറോഡ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. കോയമ്പത്തൂരേക്ക് അല്ല കേട്ടോ ടാക്സി വിളിച്ചത്, അവിടുന്ന് റോഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ടാക്സി വിളിച്ചത്. ഇനി ഇവിടുന്ന് ബസ് കിട്ടണം. അപ്പോൾ ബസ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. ഇവിടെ സമയമൊന്നും അറിയില്ല എപ്പോഴാണ് അങ്ങനെയാണെന്നുള്ളതൊന്നും. കുറേ കാലത്തിന് ശേഷമാണ് ഈ തമിഴ്നാട്ടിൽ പോയിട്ട് ബസ് കയറുന്നത്. പിന്നെ അധികം ഇവിടെ വന്നാലും ഞങ്ങൾ ടാക്സിയും സ്കൂട്ടറും ഒക്കെ പിന്നെ നടന്നിട്ടും ഒക്കെയാണ് പോവൽ. അപ്പോൾ ബസ്സിൽ പോവൽ അങ്ങനെ കുറവാണ്. അപ്പോൾ തമിഴ്നാട് ബസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണുള്ളത്. ഇതാണ് ഈറോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി കോയമ്പത്തൂരേക്ക് ബസ് കയറണം. അപ്പോൾ ആ ബസ് എവിടെയാണെന്നുള്ളത് തിരഞ്ഞിങ്ങനെ കുറച്ച് നടന്ന് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സർക്കാരിൻ്റെ ബസ്സിലാണ് കേട്ടോ കയറിയത്. തമിഴ്നാടിൻ്റെ KSRTC. തമിഴ്നാട് KSRTC കയറിയാൽ പെണ്ണുങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് യാത്ര ചെയ്യുക. തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സിൽ കയറിയാൽ മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ ഇതിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യുള്ളൂ. പ്രൈവറ്റിൽ പൈസ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരേക്ക് ബസ് കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ സീറ്റൊക്കെ കിട്ടി. പക്ഷേ കുറച്ച് നേരം അതിലിരിക്കേണ്ടി വന്ന് എൻജിനെന്തോ കേടായിട്ട് അത് വേഗം നന്നാക്കി. പിന്നെ അങ്ങോട്ട് നല്ല സ്പീഡിലുള്ളൊരു യാത്രയായിരുന്നു. നല്ല രസമായിരുന്നു ആ ബസ്സിലിങ്ങനെ പോകാനായിട്ട്. നല്ല സ്ഥലവും അവിടുത്തെ കോയമ്പത്തൂർ ടോള് പിരിക്കുകയാണ് അവിടുത്തെ 6 വരി പാതേൻ്റെ ടോളാണ്. അങ്ങനെ അതൊക്കെ കടന്ന് പിന്നെ ഈ യാത്ര തുടങ്ങി. ബസ്സിലാണെങ്കിൽ നല്ല അടിപൊളി കുറേ തമിഴ് പാട്ട്, നല്ല മെലഡി പാട്ടുകളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിന്. പക്ഷേ നമ്മളിവിടെ മാത്രമേ ഉള്ളൂ അല്ലേ ബസ്സിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം വെക്കും. പക്ഷേ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പാട്ട് മാത്രമേ വെക്കുള്ളൂ. പക്ഷേ തമിഴ് പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി. കുറേ നേരം യാത്ര ചെയ്തല്ലേ, ബസ്സിൽ എത്ര മണിക്കൂർ, 2.5 മണിക്കൂറോളം യാത്ര ചെയ്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. അപ്പോൾ ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ ജ്യൂസ് മാത്രമേ ഉള്ളൂ, ചായ ഇല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി റോഡ് സൈഡിലൊരു ചായക്കട കണ്ട് അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച്. പിന്നെ ഇവിടെ കാണുന്നതാണ് കുറേ പൂക്കളൊക്കെ, മുല്ലപ്പൂക്കൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബസ് കിട്ടി. ഇത് അടിപൊളി ബസ് കേട്ടോ. ഇങ്ങനത്തെ ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇത് ഇവിടുത്തെ KURTC വണ്ടി പോലത്തെ വണ്ടിയാണിത്.
അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യാത്ര. അങ്ങനെ ഇവിടുന്ന് 1 മണിക്കൂറോളം പിന്നെയും പോകാനുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ അസ്തമയവും കണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉദയവും കണ്ട് അസ്തമയവും കണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. ആദിയോഗീൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശിവൻ്റെ വലിയൊരു പ്രതിമ ഉണ്ട്. അപ്പോൾ ആ പ്രതിമ കാണണമെന്ന് ഞാനിങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഇതാ പന്നികളൊക്കെ കണ്ട്. അപ്പോൾ അതാ നമ്മളവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ആ മലയൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആദിയോഗീനെ ഒന്ന് കാണണം എന്നുള്ളത്. പിന്നെ അതിൽ കുറേ ലൈറ്റിൻ്റെ ഓരോ ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 7 മണിക്കേ പറ്റുള്ളൂ. 7 മണിക്കാണ് ലൈറ്റിൻ്റെ ഷോയൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ബസ് ഇറങ്ങി. അതിൻ്റെ പ്രതിമേൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പോവുകയാണ്. പിന്നെ നടക്കാൻ വയ്യാത്തവർക്ക് കാളവണ്ടിയുണ്ട്. പക്ഷേ ഞങ്ങൾ കാളവണ്ടിയിലൊന്നും കയറിയില്ല, നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ നമ്മൾ പ്രതിമേൻ്റെ ബാക്കാണ് കാണുന്നത്. അങ്ങനെ ബാക്കിൽ നിന്ന് ഇതാ മുന്നിലേക്ക് എത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനൊരു ശിവഭക്തിയാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്, 6:30 അപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി വന്ന്. പിന്നെ ലൈറ്റിൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരെല്ലാവരെയും പിടിച്ച് ബാക്കോട്ടേക്ക് ആക്കും. അതിന് ഒരു എന്താ പറയുക, അങ്ങനെ ചരട് കയറ് കെട്ടും. ആ കയറിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ രോമാഞ്ചം വരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. ഞങ്ങളവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ചുറ്റുള്ള സ്ഥലങ്ങളൊന്നും പിന്നെ കാണാൻ പറ്റിയില്ല. കാരണം ഷോ കഴിഞ്ഞപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ബസ് കിട്ടില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് വന്ന്. പക്ഷെ തിരിച്ചിവിടേക്ക് വരുമ്പോഴുള്ള യാത്ര നല്ല സുഖമായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതിനെ കൊണ്ട് ബസ്സൊക്കെ നല്ല റഷായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ടാക്സിയൊക്കെ വിളിച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തിരിച്ചു പോകാം. അപ്പം ബസ്സൊക്കെ കാത്ത് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്ന്. പക്ഷേ മക്കളും പ്രായമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് റഷുള്ള ബസ്സിലൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നിന്നിട്ടൊക്കെയാണ് 2.5 മണിക്കൂർ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ബസ്സിലെ യാത്ര എന്ന് പറഞ്ഞാൽ. പിന്നെ എപ്പോഴും സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങോട്ട് സുഖമായിട്ട് പോയതിനെ കൊണ്ട് ഇങ്ങോട്ട് കുറച്ച് കഷ്ടപ്പെട്ട് വന്ന് നമുക്ക് എപ്പോഴും സുഖം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നതും തെറ്റാണല്ലോ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പൊറാട്ടയും ചായയൊക്കെ കഴിച്ച്, അവിടെ ചായ ഇല്ല, പൊറാട്ടയും കറിയും കഴിച്ച്. അങ്ങനെ ചായക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ നല്ല പൂതി. അപ്പോൾ പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ. ഇനി ഇവിടുന്ന് ഈറോഡേക്ക് ബസ് പോകണം. അപ്പോൾ അവിടുന്ന് ഇനി 2.5 മണിക്കൂർ ഇനി യാത്ര ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു AC ബസ് കുറഞ്ഞ റേറ്റിൽ കിട്ടി. അപ്പോൾ നേരത്തെ കഷ്ടപ്പെട്ടതിന് കുറച്ച് സുഖം ഇവിടെ കിട്ടി. ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ ഒരാർക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.